നമസ്കാരം. തൃശൂർ എംഎൽഎയും CPI നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കനത്ത പ്രതിഷേധം. രാമായണവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റായിരുന്നു പി ബാലചന്ദ്രന്റേതായി പുറത്തു വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഹൈന്ദവ വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷമായ എതിർപ്പുകൾ ഉണ്ടായതിനെ തുടർന്ന് പി ബാലചന്ദ്രൻ തന്നെ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ അദ്ദേഹം ഒരു ക്ഷമാപണം ഉൾപ്പെടെ നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ സീതയും രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പിക്കൊടുത്തു എന്നാണ് ബാലചന്ദ്രൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായി എങ്കിൽ പോലും ഇത് സൈബർ ഇടങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുമുണ്ട്. അദ്ദേഹം ഇതിൽ കുറിച്ചിരിക്കുന്നത് ഇത്തരത്തിലായിരുന്നു: രാമൻ ഒരു സാധുവായിരുന്നു, കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത അത് 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെക്കണം. ഇങ്ങനെ നീളുന്നു ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് പോസ്റ്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്രയും നികൃഷ്ടവും നീചവുമായ രീതിയിൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ചവിട്ടി മെതിച്ചിരിക്കുന്ന ബാലചന്ദ്രനെതിരെ കനത്ത നടപടി വേണമെന്ന് തന്നെയാണ് തൃശൂരിലെ BJP അധ്യക്ഷനായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റിനെ തുടർന്ന് പാർട്ടിക്കുള്ളിലും കനത്ത എതിർപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തൃശൂർ എന്ന് പറയുന്ന മണ്ഡലം പോലും രാജ്യശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന രാജ്യത്ത് എന്തിനേയും ഏതിനേയും വിമർശിക്കാനുള്ള അധികാരം ഓരോ പൗരനും നൽകുന്നുണ്ട്. പക്ഷേ ആ വിമർശനം ചില പക്ഷത്തോട് മാത്രമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ മതവിഭാഗത്തെയും അവരുടെ ആചാരങ്ങളെ വിമർശിക്കാനുള്ള ഒരു ആർജവം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും ഉണ്ടാകില്ല. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഗണപതി മിത്താകുമ്പോഴും രാമനും സീതയും പൊറോട്ട കഴിക്കുമ്പോഴും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ പോസ്റ്റ് പിൻവലിക്കലും മാപ്പ് പറച്ചിലും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും അടക്കം ഈ ഒരു വിഷയം കാര്യമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അയോധ്യ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.